ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാർ മോഡലിൽ ഒരു നൈറ്റി തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളെ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. നമുക്ക് ഹാഫ് കോളറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നൈറ്റി തുണി. അപ്പോൾ നൈറ്റി തുണി നമുക്ക് ഇത് മടക്കിയിടാം. സാധാരണ നമ്മൾ നൈറ്റിക്കൊക്കെ മടക്കിയിടുന്നത് പോലെ തന്നെ മടക്കി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം രണ്ടായിട്ട് മടക്കി വീണ്ടും രണ്ടായിട്ട് മടക്കി 4 ലെയറായിട്ട് മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നീളത്തിന് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റവും ഒരുമിച്ച് ഇട്ടുകൊണ്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇവിടെ നമുക്ക് 2 ക്ലോസ് ആയിട്ടുള്ള വശവും ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള വശവും അങ്ങനെ അവിടെ 4 ലെയറായിട്ടും ഉണ്ടാവും, ഇവിടെ 2 ലെയറും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നൈറ്റി തുണി മടക്കിയിടേണ്ടത്. എന്നിട്ട് താഴെ ഭാഗത്തിൽ നിന്നും മുകളിലേക്കാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് താഴെ മടക്കി തയ്ക്കാനും മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും കൂടി പിന്നെ 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നൈറ്റി തുണി ആകുമ്പോൾ ചിലപ്പോൾ അത് ചുരുങ്ങി പോരാനൊക്കെ അലക്കി കഴിഞ്ഞാൽ ചുരുങ്ങാനൊക്കെ സാധ്യത ഉണ്ട്. അതും കൂടി കണക്കിലെടുത്തിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് 55 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ നമുക്ക് 7 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴിയും 7 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതും സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഷോൾഡറിൻ്റെ വീതിയിൽ നിന്നും ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ചെസ്റ്റ് ലൈൻ ഉണ്ടല്ലോ അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. നമുക്ക് ചെസ്റ്റിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് മൊത്തം റൗണ്ട് 44 ഇഞ്ചാണ്. 44ൻ്റെ കാൽഭാഗം 11 ഇഞ്ച്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് ഈ ചെസ്റ്റ് ലൈൻ വരച്ചല്ലോ അവിടേക്ക് നമുക്കൊരു 11 ഇഞ്ച്, അതിൻ്റെ കാൽഭാഗം 11 ഇഞ്ച്, പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും, അങ്ങനെ 12 ഇഞ്ചിൽ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് 13.5, അവിടുത്തെ വീതി 10.5, പിന്നെ തയ്യൽ തുമ്പ് 11.5, 1 ഇഞ്ച് കൊട്ടിയിട്ട് 11.5. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് 20.5, പിന്നെ അവിടുത്തെ വീതി 12 ഇഞ്ച് കേട്ടോ, പിന്നെ തയ്യൽ തുമ്പ് 13. അപ്പോൾ ഇത്രയാണ് നമുക്ക് വീതി മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോക്ക് കൊണ്ട് വരയുന്നത് ശരിക്കും കാണുന്നുണ്ടാവില്ല, ഒന്ന് ശ്രദ്ധിച്ച് ഇതൊക്കെ ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യുക, പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വരക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ നമ്മളെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ഈ 1 ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് അതിലൂടെ ഒന്ന് കർവ് ചെയ്ത് ചെസ്റ്റ് ലൈനിലേക്ക് ഒന്ന് മുട്ടിച്ചെടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് ഒരു 1/2 ഇഞ്ച് വീതം കുഴിച്ചിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ഫസ്റ്റ് 1 ഇഞ്ചിലൂടെ കുഴിച്ച് വരച്ചത്. ഇനി നമുക്ക് സീം എലമെൻറ്റ്സ് എല്ലാതും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഷേപ്പ് ഭാഗമൊക്കെ ഒന്ന് നമ്മൾ ചെസ്റ്റിൽ നിന്നും നേരെ ഷേപ്പിൽ നിന്നും ഹിപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തല്ലോ അതിലൂടെ വേണം നമ്മളിങ്ങനെ വരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് താഴെ അറ്റം വരെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തു. ഇനി ബാക്കി വന്ന ബാലൻസ് തുണിയിൽ നിന്ന് വേണം നമ്മൾ നെക്ക് പീസും ഇതൊക്കെ കട്ട് ചെയ്യാൻ, സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്കിന് ഞാൻ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. തയ്ച്ച് വരുമ്പോൾ അത് 3 ഇഞ്ചാവും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ നെക്ക് വീതി കൊടുക്കണ അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നെക്ക് ലെങ്ത്ത് 5ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചോടും കൂട്ടിയിട്ട് 5.25 നെക്കിൻ്റെ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്നും 1 ഇഞ്ച് ഈ ഒരു മൂലയിൽ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ 1 ഇഞ്ചിലൂടെ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത്
റൗണ്ട് നെക്കായിട്ട് കൊടുക്കാം. അപ്പോൾ റൗണ്ട് നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് കോളർ വെക്കാനുള്ളത് കൊണ്ട് നമുക്ക് ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് മാത്രം കുഴിച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ പെട്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും ബാക്ക് ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് വേണം ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും നമുക്ക് കുഴിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് വരച്ചിരുന്നല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ. ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യാൻ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 1/2 ഇഞ്ച് അതും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും നമ്മൾ ഈ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോൾ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് അളന്നെടുക്കുക. അപ്പോൾ നമുക്ക് 11 ഇഞ്ചാണ് അവിടുത്തെ വീതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കി വന്ന ഈ ബാലൻസ് തുണിയിൽ നിന്നും വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് നമുക്കൊരു 11 ഇഞ്ച് നമുക്ക് കൈക്കുഴിയുടെ ഒരു ഭാഗം അളന്നെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ചതുരാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും 3.5 ഇഞ്ചൊന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ 3.5 ഇഞ്ചിലേക്ക് ഇങ്ങോട്ടൊന്ന് കുഴിച്ച് ഒന്ന് കർവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കൈക്കുഴിയുടെ കൈയിൻ്റെ സ്ലീവിൻ്റെ കൈക്കുഴി കർവ് ചെയ്ത് വരക്കാൻ. ഇനി നമുക്ക് താഴത്തെ വണ്ണം മുകളിലെ വണ്ണം ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് 9 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ഞാനിവിടെ നിന്ന് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ ഒരു വണ്ണം 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ സീം എലമെൻസും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ തയ്യത്തുമ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ വണ്ണം നമുക്ക് എത്രയാണ് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 6.5 ഇഞ്ചാണ്. പിന്നെ അവിടെയും ഞാൻ സീം എലമെൻസ് 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം കർവ് ചെയ്തല്ലോ, ഈ ഒരു ഭാഗം ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ 11 ഇഞ്ച് നമുക്ക് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം താഴത്തെ അളവിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് നൈറ്റി തുണിയാണല്ലോ, അപ്പോൾ നമുക്ക് സ്ലീവ് മൊത്തം ലെങ്ത്ത് 15 ഇഞ്ചോളം നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളിതേപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്നും വേണം നമുക്ക് കോളർ കട്ട് ചെയ്യാനും നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനും. അപ്പോൾ ഈ ഒരു തുണി നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് ബട്ടൺ ടാബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല വശത്തേക്ക് ആക്കിയിട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തുണി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, 2 സ്ലീവിനും കൂടി വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കി വന്ന ഇതിൽ നിന്നും 2 ലെയർ എടുത്തിട്ട് നമ്മൾ 2 സ്ലീവിനായിട്ട് ഇതുപോലെ വീതി കണക്കാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ വീതിക്കനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് തയ്ക്കുമ്പോൾ വീതിയുള്ള ഭാഗം വീതി കുറഞ്ഞ ഭാഗത്തേക്ക് ആക്കിയിട്ട് ക്രോസ് ചെയ്ത് കണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമുക്ക് മൊത്തം ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്ലീവിന് മൊത്തം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് 16 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ജോയിൻറ്റ് ഭാഗങ്ങളൊക്കെ ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കോളറിനുള്ള തുണി കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന നമുക്ക് തുണി അതിൽ നിന്നും ജോയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു 15 ഇഞ്ചോളം ലെങ്ത്തിൽ സ്ലീവും കിട്ടും. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് സെൻറ്റർ വെച്ചിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു കട്ട് പീസിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ സെൻറ്ററായിട്ട് തന്നെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ എല്ലാ തുണിൻ്റെയും സെൻറ്റർ ഇതുപോലെ 2 സ്ലീവിനുള്ള തുണികളാണിത്. അപ്പോൾ അതൊക്കെ ഞാൻ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൽ നിന്നും നല്ല വീതി കുറഞ്ഞൊരു തുണിയും പിന്നെ വീതിയുള്ള തുണിയും ഇതുപോലെ എടുത്തിട്ട് വീതി കുറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് വീതി കൂടിയ ഈ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ തയ്ക്കുകയാണ് വേണ്ടത്. 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ തയ്ക്കുമ്പോൾ. അപ്പോൾ അത് 1/2 ഇഞ്ചിൽ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ സ്ലീവിൻ്റെ തുണിയും ഇതുപോലെ ചെയ്തെടുക്കുക. വീതി കൂടിയ ഭാഗത്തേക്ക് മറുവശത്തുള്ള തുണിയുടെ വീതി കുറഞ്ഞ ഭാഗം വെച്ചെടുത്തിട്ട് ഇതുപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ച് പോരാം. അപ്പോൾ നമ്മൾ നെയ്റ്റിക്കൊക്കെ ഇങ്ങനെ ഉള്ളൂട്ടോ നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയെടുക്കുമ്പോൾ തുണി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ 2 സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുന്ന് വിട്ട് പോരില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അധികം കിടക്കണ ഈ ഒരു തുമ്പ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. കണ്ടില്ല എത്രയും വീതിയുള്ളൊരു തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് തുണിയിൽ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം നമ്മൾ ഈ ഒരു പീസിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് സെൻറ്റർ ഭാഗം തമ്മിൽ ഒരേ ലെവലിലാക്കി വെച്ചെടുക്കട്ടെ. കറക്റ്റ് സെൻറ്ററും തമ്മിൽ ഇതുപോലെ വെച്ചെടുത്തിട്ട് 2 സ്ലീവിൻ്റെ ഭാഗവും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ചും കൂടിയും കൊടുക്കട്ടെ തുന്നി വിട്ട് പോകാതിരിക്കാൻ. അപ്പോൾ ഇതാ ഇത് 2 സ്ലീവ് ഞാൻ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് വിട്ടിട്ട് ലെങ്ത്ത് നമുക്ക് 13.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ 13.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടെയും ജോയിൻറ്റ് ചെയ്യണം. 15 ഇഞ്ച് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിക്കുള്ളൊരു തുണി നമുക്ക് ഇവിടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പിന്നീടാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സ്ലീവിനുള്ള ഈ ഒരു തുണിയൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നെക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നെക്ക് കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് ഈ ഒരു തുണിയിൽ ഞാൻ ഇതുപോലെ പതിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ വിട്ടിട്ടുള്ള ബാക്കിയുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോയിൽ കട്ടിങ് ചെയ്തപ്പോൾ ഞാനത് ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടുസൂചി കൊത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു പട്ട പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബട്ടൺസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നെക്ക് ക്യാൻവാസിൽ കൊള്ളാതെ ക്യാൻവാസിൻ്റെ ചാരി നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ആ തുണി സെൻറ്ററിൽ വരുന്ന തുണി ഒന്ന് വെട്ടിക്കളഞ്ഞു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. പതിച്ച് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ ചുറ്റുഭാഗം ഒരു 1/2 ഇഞ്ച് വീതം വിട്ടിരുന്നല്ലോ, ഇതൊന്ന് ഇതുപോലെ ക്യാൻവാസിന്മേൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്ച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് ചീത്ത വശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് തയ്ച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നെറ്റി ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ ഷോൾഡർ തമ്മിൽ 1/2 ഇഞ്ചിൽ ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡറിൽ നിന്നും നല്ല വശത്തേക്ക് ഒരു 3 ഇഞ്ച് ഞാൻ 2 ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്കിങ് നിന്നും എത്രത്തോളം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് നോക്കാം. നമ്മൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഇതുപോലെ ചുറ്റുഭാഗം അങ്ങനെ ചുറ്റിച്ച് അളന്നെടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിവിടെ 14 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയും അളവെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ഇതുപോലെ വെച്ചെടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്നും ഇങ്ങനെയും അളക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 7 14 ഇഞ്ച്.
അപ്പോൾ 14 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റം ഞാനൊന്ന് റൗണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിട്ടൊന്ന് പതിച്ച് ഒന്ന് അയൺ ചെയ്ത് എടുക്കണം. 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വശം ഒന്ന് ക്യാൻവാസിൽ വെച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലൊരു തുണിയും കൂടി വേണം. അതിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു അരികു വശത്ത് കൂടെ ക്യാൻവാസിൽ കൊള്ളാതെ തയ്ച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം കേട്ടോ. ഈ ഒരു വശത്തല്ല, അങ്ങേ വശത്ത് വേണം വെക്കാൻ. എന്നിട്ട് നമ്മൾ ഇത്രയ്ക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസിൽ കൊള്ളാതെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ തയ്ച്ച് പോരുക. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന തുണി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഹാഫ് കോളറൊക്കെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടേണ്ട എങ്ങനെയാണ് നമുക്ക് ഹാഫ് കോളർ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാ ഈ കോളറിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇനി നമ്മൾ നൈറ്റിയുമായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിതാ ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് ഏറെ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടറ്റവും തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചോക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കത്രിക കൊണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കോളറിൻ്റെ ഈ ഒരു അരികു വശം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് ഈ ഒരു അരികെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്മേൽ കൂടെ വേണം നമ്മളെ സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ നൈറ്റി തുണി ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ തമ്മിൽ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ ആ മാർക്ക് ചെയ്ത 3 ഇഞ്ചിലേക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്തല്ലോ നെക്കിൻ്റെ ഭാഗത്തേക്ക്. ഇതുപോലെ രണ്ടും കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ സെൻറ്റർ വരും. ആ സെൻറ്ററിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ആ സെൻറ്റർ വെച്ചിട്ട് വേണം, കണ്ടില്ലേ, ഇതുപോലെയാണ് ഈ സെൻറ്ററും തമ്മിൽ ഇതുപോലെ ഒരുമിച്ച് വെച്ചെടുക്കുക. എന്നിട്ട് നല്ല വശത്താണ് കേട്ടോ, നമ്മൾ നൈറ്റിയുടെ നല്ല വശത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക. 1/4 ഇഞ്ചോ, നമ്മളത് സ്റ്റിച്ചിങ് 1/2 ഇഞ്ചാണ് വിട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ നമ്മളിതുപോലെ ചുറ്റുഭാഗം തയ്ച്ചെടുക്കാം. ഞാനിതാ ഇത് ജോയിൻ്റ് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റം ഇതിൻ്റെ തുൻഭാഷമൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക ഇതിൻ്റെ ഉൾവശം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഉൾവശം ഒന്ന് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കട്ടെ, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ കണ്ടില്ല, നമ്മളെ നെക്ക് ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഹാഫ് കോളർ നെക്കാണ്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ സ്ലീവിന് ബട്ടൺ ടാബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടൺ ടാബ് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു അറ്റത്ത് കണ്ടല്ലോ ഒരു ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മളെ സ്ലീവ് ഒന്ന് അവിടെ ഒരു സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് നെറ്റ് തുണിമന്ന് കഷ്ടിച്ചാണ് കേട്ടോ ഇതുപോലെ നമുക്ക് തുണി കിട്ടുക. അപ്പോൾ നമ്മൾ കസ്റ്റമറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രത്തോളം സ്ലീവ് വേണമെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ അവിടെ അതുപോലെ ഒരു പീസ്, ചെറിയൊരു പീസ് നമ്മളിവിടെ വെച്ച് കൊടുത്തു. കണ്ടില്ലേ, നമ്മൾ സ്ലീവ് ഫിനിഷായി. അപ്പം നമ്മൾ 2 സ്ലീവിന് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 സ്ലീവും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 13.5 ഇഞ്ചാണല്ലോ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. ബാക്കി നമുക്കൊരു 2 ഇഞ്ചോളം ലെങ്ത്ത് വേണം. പിന്നെ 1/2 ഇഞ്ച് നമുക്ക് ജോയിൻ്റ് ചെയ്യാനും കൂടിയും കൂട്ടിയിട്ട് നമുക്കൊരു 3 ഇഞ്ച് വീതിക്കുള്ള പീസ് കിട്ടണം. അപ്പം ഞാനിത് വേറൊരു നൈറ്റി തുണിയുടെ തുണി എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിന്മേൽ
2.25 ഇഞ്ചോളം വീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തുണി വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മളെ 15 ഇഞ്ചോളം നമ്മളെ സ്ലീവിന് ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു തുണി നമ്മൾ മറ്റൊരു തുണി വെച്ചിട്ട് ഇതിൻ്റെ നൈറ്റി തുണിയുടെ മറ്റൊരു തുണി വെച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തുണി നമ്മൾക്ക് പുറമേക്ക് കാണില്ല, ഇത് ഉൾവശത്തേക്കാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു തുണി വെച്ച് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ച് തുണിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായപ്പോൾ ഇതുപോലൊരു പീസ് വെച്ച് കൊടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 1/2 ഇഞ്ചിൽ നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിനൊക്കെ ലെങ്ത്ത് അധികം വേണ്ടി വരും, നമ്മൾ മുസ്ലിം സ്ത്രീകൾക്കേക്കാരം അധികമായിട്ടും ലെങ്ത്ത് വേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ 1/2 ഇഞ്ചിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, എന്നാലും അവിടെ തുന്നി വിട്ട് പോരാതിരിക്കുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതും തമ്മിൽ ഇനി നമുക്ക് ഇവിടെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചെടുക്കുമ്പോൾ ഈ ഒരു തുണി കാണൂല. നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളവിടെ മേലെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഒരു 16 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്തിട്ട് മറ്റേ തുണി ഇങ്ങോട്ട് നല്ല വശത്തേക്ക് മടക്കിയിടുമ്പോൾ നമുക്ക് 15.5 ഇഞ്ചോളം ലെങ്ത്തുള്ള ഒരു സ്ലീവ് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ, മുട്ടിന് താഴെയായിട്ട് ലെങ്ത്ത് വരും. ഇനി നമുക്ക് ആ ഒരു തുണി ഇതിന്മേൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയുടെ വീതി ഒരു 3 ഇഞ്ചോളം നമുക്ക് വീതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീതിയിലൊരു തുണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ഇഞ്ച് നമുക്ക് ഇവിടെയും പോകും, താഴെ 1/2 ഇഞ്ചും പോകും മടക്കി തയ്ക്കുമ്പോൾ. ബാക്കിയുള്ള വീതിയാണ് നമുക്ക് ഇതിന്മേൽ നിന്നും കിട്ടുക. പിന്നെ നമുക്ക് ബട്ടൺ ടാബിന് വേണ്ടിയിട്ട് ഞാൻ 5 ഇഞ്ച് നീളത്തിലുള്ള 4 പീസ് എടുത്തിട്ടുണ്ട്. ഈ തുണി 2 ലെയറാക്കിയിട്ട് 2 ബട്ടൺ ടാബ് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് കോണാകൃതിയായിട്ട് ഒരു ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടുമാണ് കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് കുറച്ചധികം വരുന്ന ഈ തുണി ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ ആ മൂലയുടെ അവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടാബ് നമ്മൾ ഇതുപോലെ ചീത്ത വശത്ത് വേണം ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ. എന്നിട്ടാണ് നമ്മൾ നല്ല വശത്തേക്ക് ഇത് മറിച്ചിട്ടിട്ട് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ബട്ടൺ ടാബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മടക്കി തയ്ക്കാനുള്ള ഈ ഒരു തുണിയുടെ നല്ല വശം താഴെ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് ഇതുപോലെ 1/2 ഇഞ്ചിലൊന്ന് നമ്മൾ തയ്ച്ച് പോരുക. എന്നിട്ട് നമ്മളിതൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചീത്ത തുണിയിൽ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് ഈ ഒരു തുണി മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ടൊരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. നടന്ന് പതിഞ്ഞ് നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളും. ഇതുപോലെ ഇതിൻ്റെ അറ്റൊന്ന് അടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതൊരു പട്ട പോലെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തുണി ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാബ് ഒന്ന് ബട്ടൺസ് എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒന്ന് തുന്നി പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈ സ്ലീവ് തയ്ച്ചെടുക്കാൻ. അപ്പോൾ 2 സ്ലീവ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്, ബട്ടൺസും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഫ്രണ്ടിലും ബട്ടൺസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ നല്ല വശം ഇതുപോലെ ഇട്ടെടുക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ സ്ലീവ് തയ്ക്കണത്. അപ്പോൾ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ചെടുക്കുക, 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ തയ്ക്കുമ്പോൾ എപ്പോഴും സെൻറ്റർ ഭാഗത്ത് നിന്നും തുടങ്ങി 2 സൈഡൊക്കെ ആയിട്ടാണ് തയ്ക്കുക. അപ്പോൾ ഞാനിതാ 2 സ്ലീവ് ഞാൻ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് മുട്ടിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളെ നെയ്റ്റിയുടെ താഴെ ഭാഗത്തും ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഞാൻ 2 സൈഡ് നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണ് നമ്മൾ വിട്ട് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സൈഡ് മൂട്ടി കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് അധികം കിടക്കണ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലീവൊക്കെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തുണി പൊങ്ങി കിടക്കാനൊക്കെ സാധ്യത ഉണ്ട്. അധികം ആയിട്ട് ഇങ്ങനെ കിടക്കണ ഈ ഒരു തുണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നൈറ്റിയുടെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ നമ്മളെ നൈറ്റിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കി ഈ ഒരു വീതിക്ക് ഞാൻ നൈറ്റിയുടെ താഴെ ഭാഗം മൊത്തം മടക്കി തയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നൈറ്റി ഞാൻ താഴെ മുഴുവനായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിവർത്തി ഇട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചുരിദാർ മോഡലിൽ തന്നെയാണ് ഞാൻ നെറ്റ് തയ്ച്ചിട്ടുള്ളത്, ഹാഫ് കോളർ. പിന്നെ അതുപോലെ തന്നെ സ്ലീവിന് ബട്ടൺ ടാബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിനും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കണിന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.